വൈകി വരാണ്ടിരിക്കട്ടെ, ഒരു ഉമ്മക്കും അത് കാണാണ്ടിരിക്കട്ടെ. പഠിച്ചവർ ഒരാളെയും ഈ രീതിയിലാക്കാണ്ടായിപ്പോട്ടെ. ഒരാളും മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ കാണാതിരിക്കട്ടെ പഠിച്ചവര്. എല്ലാവർക്കും പഠിച്ചവനോ ഓരോരോ ഉമ്മക്കും ഈ വിധി മാത്രം കാണിച്ചു കൊടുക്കരുത്. ഇത്ര കുഞ്ഞു മക്കള് റബ്ബേ, എനിക്ക് വയ്യ കാണാന്. എന്റെ മോളെ ആ കൂട്ടത്തിൽ പെടുത്തല്ല റബ്ബേ. എന്റെ മോള് നീ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തരണം പഠിച്ചത്. അറിയണ്ടമ്മ, കുറച്ച് നമ്മളെ കൈവിടൂല. ഇത് കരയുന്ന നോക്കിയേ, കരയണ്ട. എന്റെ മോളെ ആരും കൈവിടെല്ലാരും സഹായിച്ച് എന്റെ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാരും ദുആയുണ്ടാകണം, അർത്ഥനയുണ്ടാകണം. എന്റെ മോളെ സഹായിക്കുകയും ചെയ്യണം. ഇതെന്താന്നും ഒരു അറിയാത്ത എന്റെ പൊന്നു മോള് ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാരും എന്റെ മോളെ എത്തിച്ചേരും. ഇവര് പറഞ്ഞ വാക്ക് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കാണ് ഫിദ. ആ കുടുംബത്തിന്റെ വിളക്കിനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണേ. വീടിന്റെ അവസ്ഥ ഇതാണ്. ഇത്താത്തല്ലാണ്ട് നമുക്ക് വേറെ ആരുമില്ല. ഇത്താത്തയില്ലെങ്കിൽ ഈ വീട് മുന്നോട്ട് പോകുന്നത് തന്നെ ആലോചിക്കാൻ കൂടി പറ്റൂല. ഓരോ ഉമ്മമാരും എന്തെല്ലാം സ്വപ്നം കണ്ടിട്ട് ഒരു മക്കളെ വളർത്തും. ആരും അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട് എൻ്റെ മോളെ വളർത്തിയ, എൻ്റെ മോളെ കഷ്ടപ്പെട്ട് ഇത്ര വരെ പഠിപ്പിച്ച് ഒരു ജോലി എന്നതിൻ്റെ ഉദ്ദേശത്തിൽ എൻ്റെ മോളെ ഈ മാസം ജോലിക്ക് കയറുന്ന മോളെ മോളെ അവസ്ഥ എല്ലാവരും ഒന്ന് കാണണം. എല്ലാവരും എൻ്റെ മോളെ ഒന്ന് സഹായിക്കും. ഈ ഉമ്മ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? എന്റെ മോള് പറഞ്ഞത്, ഉമ്മ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറും, എനിക്ക് പഠിച്ചൊരു ജോലി കിട്ടി, എന്റെ ഉമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞ് എന്റെ പൊന്നും മോളാണ് ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത്. എന്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈ ഉമ്മ നെഞ്ചു പൊട്ടി നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ, നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, പ്രാർത്ഥനയോടെ കൂടെ നിന്നാൽ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ കുടുംബത്തിന്റെ വിളക്കാണ് എന്ന രീതി എല്ലാരും കൂടി ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഫിദ ഷെറിൻ എന്ന് പറയുന്ന ആ കൊച്ചു സഹോദരിയുടെ അതീവ ദയനീയമായ ഗുരുതരാവസ്ഥ നിങ്ങളോട് പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഫിദ ഷെറിൻ എന്ന് പറയുന്ന പൊന്നു മോള് ലുക്കീമിയ എന്ന് പറയുന്ന വളരെ മാരകമായ അസുഖം ബാധിച്ച് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ലെന്നാണ് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വഷളായി പിന്നീട് ചികിത്സ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി മാറുമെന്ന് അറിഞ്ഞതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷയുമായി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ മാത്രം ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഏകദേശം സർജറിയും തുടർ ചികിത്സയും എല്ലാം കൂടി 45 ലക്ഷം രൂപ അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കൂലി വേല ചെയ്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകരുതേ. ഒരു നേരം ഭക്ഷണം പോലും മര്യാദയ്ക്ക് ഇറക്കാൻ പോലും പറ്റൂല. ഈ സങ്കടം കണ്ടിട്ടും ഈ മകളുടെ വേദന കണ്ടിട്ടും നാം സഹായിക്കാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചവന്റെ മുന്നിൽ നാം മറുപടി പറയേണ്ടി വരും. അത്രയും ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ പൊന്നുമോളുടെ. അടിയന്തരമായി ചികിത്സ നൽകിയാൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓരോ നിമിഷം വൈകും തോറും ഈ പൊന്നുമോളുടെ ശാരീരിക അവസ്ഥ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ ഈ പൊന്നുമോളുടെ ജീവൻ പോലും നിലച്ചു പോകാനുള്ള സാധ്യതയേറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എൻ്റെ മോളെ ഇത്ര നാളായിട്ടു ഒരു നുള്ളി നോവിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ ഇല്ല. എൻ്റെ മോളെ വേദന എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാണ്ട് എല്ലാവരും എൻ്റെ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. എൻ്റെ മോൾക്ക് ഒരു രോഗവും ഇതുവരെ വരാൻ ഒരു പനി വന്നതാ.
വളരെ അടിയന്തരമായി, വളരെ എമർജൻസിയായി സർജറി നടന്നാൽ മാത്രമേ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും സഹായിക്കണം, നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, പ്രാർത്ഥനയുടെ കൂടെ നിൽക്കണം. ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി, പ്രാർത്ഥനയോട് കൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സഹായിക്കും, നിങ്ങൾ എല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയ സഹോദരി ഫിദ ഷെറിൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയാണ്. വാരിച്ച ചിലവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മൂസ മൗലവി, പേരാവൂർ ജുമാ മസ്ജിദ് ഖത്തീബാണ്. ഈ മഹലിലാണ് ഫിദ ഷെറിൻ താമസിക്കുന്നത്. ഞാൻ പേരാവൂർ ശ്രീകൃഷ്ണക്ഷേത്രം മേശാന്തി പുരുഷോത്തമ നമ്പടി. ഈ കൂട്ടായ്മയ്ക്ക് മോളെ ചികിത്സ സഹായത്തിന് വേണ്ട സഹായങ്ങളെല്ലാം എല്ലാവരും ഒത്തൊരുമയായി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് തോമസ് സോലിക്കൽ. നമ്മളൊരു കുടുംബം പോലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമാണ്. നമ്മുടെ നാട്ടിലുള്ള മകളാണ്. പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരിയിൽ താമസിക്കുന്ന ഫിദ ഷെറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഫിദ ഷെറിൻ്റെ ജീവൻ നിലനിർത്താൻ നമ്മളെ കഴിയുന്ന സഹകരണങ്ങൾ. ഞാൻ ജയപ്രകാശ് കൂട്ട, BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടെ നമ്മുടെ ഒരു കൂട്ടായ്മ എല്ലാവരും ഒറ്റ മനസ്സിൽ ഒരേ കാര്യത്തിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പേരാവൂർ മണ്ഡലം പ്രസിഡന്റ്, പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ കൊച്ചു പെങ്ങൾ ഫിദ ഷെറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പൈസ ഇനിയും ആവശ്യമുണ്ട്. CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ്. ഫിദ ഷെറിനെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. KTM മുസ്തഫ, CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നമ്മുടെ പൊന്നുമോളായ ഫിദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ചികിത്സാ സഹായ കമ്മിറ്റിയിലേക്ക് എല്ലാവരും പരമാവധി സംഭാവനകൾ നൽകിക്കൊണ്ട് ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വളരെ ദരിദ്രയായ കുടുംബത്തിൽപ്പെട്ട ഫിദ ഷെറിൻ എന്ന നമ്മുടെ സഹോദരി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അഭ്യർത്ഥിക്കുക. നമ്മുടെ ഫിദ ഷെറിനെ സഹായിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം കൗൺസിലറാണ്. നമുക്കെല്ലാം അറിയുന്നൊരു കുട്ടിയാണ്. വളരെ പാവപ്പെട്ട ഈ ഭാരിച്ച ഒരു ഫണ്ടാണ് നമ്മുടെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേണ്ടത്. നമുക്കൊരു അനശ്വര കലാകാരിയായ ഫിദ ഷെറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ കഴിയുന്ന ചെറിയൊരു തൊട്ട് നാണയം പോലും നമുക്ക് ഇപ്പോൾ വലിയ അമൂല്യ നിധിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്